ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിന് വലിയൊരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ട്രംപ് ജനിച്ചതിനെ തുടർന്നും നമ്മുടെ മാർക്കറ്റ് ഇൻഫ്ലേഷൻ കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടും FIAs ഒക്കെ നിർത്തി പോയിട്ടുണ്ട്. FIAs ഒക്കെ നിർത്തി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മാർക്കറ്റിൽ ഫോൾ ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് ഫോളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവിടെയും ഭയങ്കര പ്രഡിക്ഷൻസ് ഒക്കെ ആയിരുന്നു. മാർക്കറ്റ് ഇനി തകരാൻ പോവാണ്, വീഴാൻ പോവാണ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം പിൻവലിച്ചു, അങ്ങനെ ഭയങ്കര ബഹളങ്ങളായിരുന്നു. അപ്പം നിങ്ങളൊരു കാര്യം കളിക്കുക, ഇതുപോലത്തെ ന്യൂസ് വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ അതിന് ഓപ്പോസിറ്റായിട്ട് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് കഴിഞ്ഞ തവണ ഇലക്ഷൻ്റെ സമയത്ത് നോക്കി അറിയാം, BJP ജയിക്കാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം BJP ജയിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് കുതിക്കും, ഭയങ്കരമായിട്ട് മേലോട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത്. പക്ഷേ സ്വാഭാവികമായിട്ടും സംഭവിച്ചെന്തുവാ, BJP വിജയിച്ചു, പക്ഷേ സ്വാഭാവികമായിട്ടും സീറ്റ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോയി. അപ്പം അന്നത്തെ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, പല ആൾക്കാരും കോൾ ഓപ്ഷൻ എടുത്തിട്ട് വെയിറ്റ് ചെയ്യാറ്. ഞാൻ ഉൾപ്പെടെ കോൾ ഓപ്ഷൻ എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യാം. പക്ഷേ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, മൂവ്മെൻ്റ് ഒന്നുമില്ല. മാർക്കറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോയി. പുട്ട് ഓപ്ഷൻ എടുത്തുകൊണ്ട് സ്വാഭാവികമായിട്ടും ലാഭം ഉണ്ടായി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മാർക്കറ്റ് ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും മാർക്കറ്റ് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്ന കാര്യം എന്താണ്, മാർക്കറ്റ് ഫോളോ ആകുമെന്ന് വിശ്വസിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും മാർക്കറ്റ് മേലോട്ട് പോകും. ഏറ്റവും കൂടുതൽ ആൾക്കാർ മാർക്കറ്റ് മേലോട്ട് പോകുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് താഴോട്ട് പോകും. അതായത് റീറ്റെയിലേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ റീറ്റെയിലേഴ്സിനെ ന്യൂസ് കൊണ്ട് വിശ്വസിപ്പിക്കുക, അതാണ് ഇവിടെ നടക്കുന്ന കാര്യം. അതുകൊണ്ട് ഇതുപോലത്തെ അവസരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പറയുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, മാർക്കറ്റ് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ന്യൂസിനെ ഒന്നും അത്ര ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ന്യൂസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന തന്നെ ഈ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് പല വിദഗ്ധരും പറയുന്നത്. എനിക്കതിനെപ്പറ്റി ഇൻഡെപ്തായിട്ട് അറിയത്തില്ല, എന്നാലും നമുക്ക് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് കാണുമ്പോൾ അറിയാമായിരിക്കുമല്ലോ. അതായത് പല സമയത്തും ഈ ന്യൂസുകളൊക്കെ പറയുന്ന രീതി വെച്ച് മാർക്കറ്റ് ഇടിയും എന്ന് പറഞ്ഞ് പല സമയത്തും മാർക്കറ്റ് തിരിച്ചു കയറിയിട്ടുണ്ട്. മാർക്കറ്റ് അത് ശക്തമായിട്ട് മേലോട്ട് പോകുമെന്ന് പറഞ്ഞ സമയത്തൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് മാർക്കറ്റ് താഴെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ന്യൂസുകളെന്ന് പറഞ്ഞ പക്ക റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പ് മാത്രമാണ്. കാരണം കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് എന്ത് വേണമെന്നത് കാണിക്കാം. അവരുടെ കയ്യിലാണ് ഈ മീഡിയ മൊത്തം ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് മീഡിയ കൊണ്ട് എന്ത് രീതിയിൽ വേണമെങ്കിലും കാര്യങ്ങൾ വളച്ചൊടിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മാർക്കറ്റ് ഇടിഞ്ഞാലും മാർക്കറ്റ് പൊളിഞ്ഞാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി ആയിട്ട് പക്ക സെറ്റായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നല്ല ഫോൾ കിട്ടുവാണെങ്കിൽ നമ്മൾ നേരെ പുട്ട് ഓപ്ഷൻ എടുക്കുക, നല്ല റാലി കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും കോൾ ഓപ്ഷൻ എടുക്കുക. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല. പാനിക്കായിട്ട് പ്രത്യേകിച്ച് നമുക്ക് ടെൻഷൻ കൂട്ടാമെന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മറ്റേ സിനിമയ്ക്കകത്ത് പറയാം, നമ്മളിതിലില്ല, കണ്ടാൽ മതി. അപ്പോൾ മാർക്കറ്റ് താഴോട്ട് പോകണമെങ്കിൽ നമുക്കൊന്നും ചെയ്യില്ല, മാർക്കറ്റ് താഴോട്ട് അങ്ങ് പൊക്കോട്ടെ, നമ്മളതിനകത്ത് കൊണ്ട് തല വെക്കാതിരുന്നാൽ മതി. മാർക്കറ്റ് മേലോട്ട് പോകുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിട്ട് കൂടെ നിൽക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിതിനകത്ത് പാനിക്കാവേണ്ട കാര്യമില്ല. കോടികൾ ഇറക്കുന്ന ആൾക്കാർക്കാണ് വലിയ പാനിക്കാവേണ്ട കാര്യം. നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്രയും പാനിക്കാവേണ്ട കാര്യമില്ല. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. മാർക്കറ്റ് അതിശക്തമായിട്ട് താഴോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വിറ്റ് ഒഴിവാക്കുക. പിന്നെ മാർക്കറ്റ് ഫോളോ ആകുമെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫോളോ ആയിട്ട് അങ്ങ് താഴോട്ട് അങ്ങ് പോകത്തൊന്നുമില്ല. അപ്പോൾ കോവിഡ് പോലത്തെ സംഭവം വന്നപ്പോൾ പോലും മാർക്കറ്റ് താഴോട്ട് പോയിട്ട് ഒരു ഘട്ടം ചെല്ലുമ്പോൾ നിൽക്കുമല്ലോ. അത് നിന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് കയറാൻ തോന്നുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ വീണ്ടും ബൈബാക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് റിലയൻസ് ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോയല്ലോ, വീണ്ടും അത് 700 രൂപയ്ക്ക് മേടിക്കാൻ പറ്റി. അതായത് മാർക്കറ്റ് ഇടിഞ്ഞ് എപ്പോഴും നല്ല, മാർക്കറ്റ് ഇടിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിന് നല്ല രീതിയിൽ സ്റ്റോക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ മാർക്കറ്റ് എന്ത് കാണുന്നാലും അതിനെ ഒരു പോസിറ്റീവായിട്ട് കാണാൻ പഠിക്കുക. അപ്പോൾ ഈ പാനിക്കാക്കാൻ വേണ്ടിയാണ് ഈ ന്യൂസുകളെല്ലാം ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഇന്ന് മാർക്കറ്റ് ഇടിയാൻ പോകണം, നാളെ മാർക്കറ്റ് ഇടിയാൻ പോകണം, സെൻസെക്സ് ഇടിഞ്ഞു, നിഫ്റ്റി ഇടിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു പേടി വരും. അപ്പോഴാണ് ആൾക്കാർ പാനിക്കുന്നത്. അപ്പോൾ ഈ പാനിക് സെല്ലിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് നടക്കും. അപ്പോൾ ഇതെല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിൽ ട്രേഡേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ മാർക്കറ്റ് സ്ഥിരമായിട്ട് മാർക്കറ്റ് തുടങ്ങിയ കാലം തൊട്ടേ മേലോട്ടും താഴോട്ടും പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഓവറോൾ നിങ്ങൾ നോക്കി അറിയാം, മാർക്കറ്റ് എപ്പോഴും മേലോട്ടേ പോകുള്ളൂ. ഈ വക എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് മാർക്കറ്റ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ, ഒരു 1 ഇയറിൻ്റെ ചാർട്ട് എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും, മാർക്കറ്റ് മേലോട്ടേ പോയിട്ടുള്ളൂ, താഴോട്ട് പോകത്തില്ല. കാരണം എല്ലാ സാധനത്തിൻ്റെയും വില കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ, താഴോട്ടൊന്നും പോകുന്നൊന്നുമില്ല. അതുകൊണ്ട് ഈ ന്യൂസുകളൊന്നും അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി കോഡ് പോലത്തെ മാരിയൊക്കെ വന്നാൽ മാത്രമേ ഉള്ളൂ അത്രയും വലിയ ഇടിവൊക്കെ ഉണ്ടാകുന്നുള്ളൂ. അല്ലെന്നുണ്ടെങ്കിലൊന്നും ഒരു കുഴപ്പം പറ്റുന്നില്ല. ഇതൊക്കെ ടെമ്പററി മാത്രമാണ്. കാരണം നമ്മൾ നിക്ഷേപം നടത്തിയിട്ട് നമുക്ക് വലിയ വലിയ നഷ്ടങ്ങൾ വരും. അപ്പോൾ ഈ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം ആലോചിച്ച് നോക്കി, അവർക്കൊക്കെ അത്രയും നഷ്ടം വരുമ്പോഴത്തേക്ക് അവരൊക്കെ അത് പിടിച്ച് നിൽക്കുമോ, ആലോചിച്ച്. അപ്പോൾ ഈ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് എന്നാണെങ്കിലും അതിനെതിരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമോ അതെല്ലാം അവർ ചെയ്യും, മനസ്സിലായി. അപ്പം മാർക്കറ്റ് സ്റ്റേബിളായിട്ട് നിൽക്കേണ്ട ആവശ്യം അവരുടെയാണ് ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മളത് ഓർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ട് മാർക്കറ്റ് എത്ര ഇടിഞ്ഞാലും അത് ശക്തമായിട്ട് മാർക്കറ്റ് മേലോട്ട് തന്നെ പോകും. കാരണം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടാത്തൊരു പുള്ളി കമന്റ് ഇട്ടുണ്ടായിരുന്നു, നമ്മുടെ മാർക്കറ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോയി, ഇനി എപ്പം മാർക്കറ്റ് കയറുമെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, മനസ്സിലായി. ഇപ്പം മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻ എടുക്കുക. നമുക്ക് ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് വിറ്റ് ഒഴിവാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അല്ലാതെ വലിയ ഇതാലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളെക്കാളൊക്കെ കൂടുതൽ നിക്ഷേപം നടത്തിയ ആൾക്കാരും ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ട്, അവരാണ് തല ഉണ്ടാക്കേണ്ടത്. നമ്മൾ തല ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല.
അതുകൊണ്ട് അതിനെയൊക്കെ സിമ്പിളായിട്ട് കാണാൻ മതി. വലിയ പ്രശ്നമായിട്ട് കാണേണ്ട കാര്യം പോലുമില്ല. പിന്നെ നമുക്കൊരു നിക്ഷേപമുണ്ട്, ഓൾറെഡി ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോയി എന്ന് ഇരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫ്യൂച്ചറിലോട്ട് അത് പോകുമെന്നുള്ള അനാലിസിൻ്റെ പുറത്തായിക്കോട്ടെ നിങ്ങൾ സ്വാഭാവികമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോഴത്തേക്കും മാർക്കറ്റ് വീണ്ടും സ്റ്റേബിൾ ആകുമ്പോഴത്തേക്കും ഒന്ന് ആവറേജ് ചെയ്തിട്ട് വീണ്ടും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളത്. അതുകൊണ്ട് കൂടുതൽ പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല. നമ്മളല്ല പാനിക്കാവേണ്ടത്, നമ്മളെ പാനിക്കാക്കുന്നതാണ്. നമ്മളൊരിക്കലും പാനിക്കാവേണ്ട കാര്യമില്ല. മാർക്കറ്റ് എത്ര താഴ്ത്ത് പോലും അതിനേക്കാൾ ശക്തമായിട്ട് മാർക്കറ്റ് മേലോട്ട് തന്നെ പോകത്തുള്ളൂ. അതുകൊണ്ട് ന്യൂസിനെ അധികം ട്രസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ സെറ്റപ്പിൽ തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കുക, അടിപൊളിയായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക. പിന്നെ മാർക്കറ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോകുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യം, നിങ്ങളുടെ നല്ല ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ വേണമെന്ന് പറഞ്ഞത്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിലായിരിക്കണം മെജോറിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താൻ. അതുകൊണ്ട് മാർക്കറ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോലെ അങ്ങനെ ക്രൈസിസ് ഒക്കെ ഉണ്ടായാലും ആ കമ്പനികൾ പൂട്ടി പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ പക്കയാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഓപ്ഷൻസ് കൊണ്ട് സാധനം വെച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഹെഡ്ജിങ് ടൂളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ. അതായത് മാർക്കറ്റ് ഇങ്ങനെ ഒരു ക്രാഷ് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ലോസ് പോകാതിരിക്കാൻ വേണ്ടി ആ സമയത്ത് പുട്ട് ഓപ്ഷൻ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു നഷ്ടങ്ങളെ നികത്താൻ വേണ്ടിയാണ് ഈ ഓപ്ഷൻസ് കൊണ്ട് സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് വിദഗ്ധർ പറഞ്ഞ് കേട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ ആൾക്കാരെല്ലാവരും ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ടൂളായിട്ട് മാറി ഓപ്ഷൻസ്. അപ്പോൾ ഓപ്ഷൻസിൻ്റെ ഒരു ശരിക്കുമുള്ള യൂസ് എന്ന് വെച്ചാൽ അതാണ്. ഒരു ഇൻഷുറൻസ് പോലെ മാർക്കറ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ നിക്ഷേപങ്ങളൊക്കെ സേഫായിട്ട് എടുക്കാൻ വേണ്ടി ഒരു സംഭവത്തിന് വേണ്ടിയാണ് ഈ ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ശരിക്കുള്ള പർപ്പസ് പോലും പല ആൾക്കാർക്കും അറിയത്തില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോകുകയാണെങ്കിൽ ഒരു മന്ത്ലി പുട്ട് ഓപ്ഷൻ മേടിച്ച് വെച്ചാൽ മതി, വലിയ കുഴപ്പമൊന്നുമില്ല. മാർക്കറ്റ് വീണ്ടും താഴെ തിരിച്ച് കയറുമ്പോഴത്തേക്കും അത് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ആക്കുക. അതിനുവേണ്ടിയാണ് ശരിക്കും ഓപ്ഷൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ പല ആൾക്കാർ അതിനൊന്നും ചെയ്യാറില്ല. ഫുൾ എമൗണ്ട് കൊണ്ട് ഒരു നിക്ഷേപത്തിനകത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫോൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നികത്താൻ വേണ്ടി ഒരു പുട്ട് മേടിക്കാനുള്ള പൈസയിലും കൈ മാറ്റി വെക്കണം. അതൊക്കെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടി. ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ്, വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ കാഷ്വലായിട്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ഉപകാരപ്പെട്ടെന്നൊക്കെ ഇരിക്കും. അതുകൊണ്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഹാപ്പി ഇൻവെസ്റ്റിംഗ്.